അമ്മേനെ അപ്രത്യക്ഷമാക്കാൻ പോകും. ക്രീം ഐം ക്രീം അപ്രത്യക്ഷ സ്വാഹ. പിന്നെ വിറയ്ക്കുന്നില്ല. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നൊരു ചലഞ്ച് ആയിട്ടാ വന്നിരിക്കുന്നത്. സംഭവം എന്തെന്ന് വെച്ചാല് ഇപ്പൊ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ചലഞ്ചാ. അതായത് ഒരു മന്ത്രം, അത് ഞാൻ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് എത്രത്തോളം നമുക്ക് വർക്കൗട്ട് ആവുമെന്ന് അറിയത്തില്ല. അത് പറഞ്ഞിട്ട് നമ്മള് ആ പുതപ്പ് നമ്മുടെ തലയിൽ കൂടെ ഇടും അമ്മ. അപ്പോഴത്തേക്കിന് പുതപ്പ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേന് ആ മന്ത്രം പറയും. മന്ത്രം പറഞ്ഞുകൊണ്ട് പുതപ്പ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേന് ആള് അപ്രതീക്ഷിതവും, നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ ആളെ തൊടുക പിടിക്കുകയോ എടുക്കുമെന്ന്, പിന്നെ ആ മന്ത്രം തിരിച്ച് പറഞ്ഞാലേ ആള് തിരിച്ചു വരത്തുള്ളൂ. അപ്പം അതിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ആരെ സെലക്ട് ചെയ്യണം? നിന്നെ സെലക്ട് ചെയ്താലോ? വേണ്ട, അല്ല, അവൻ കുഞ്ഞിതാ, അപ്പൊ നമുക്ക് അത് സെലക്ട് ചെയ്യണ്ട. വേണ്ട, പിന്നെ നമുക്ക് മുതിർന്ന ആളെ തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഏറ്റവും മൂത്ത നമ്മുടെ മുതുമുത്തശ്ശി അമ്മേനെ നമ്മള് സെലക്ട് ചെയ്തിട്ടുണ്ട്. അമ്മേനെ നമ്മൾ ഈ കസാരയിൽ ഇരുത്തും, നമ്മൾ ആ മന്ത്രം പറയും. നമുക്ക് നോക്കാം. എല്ലാരും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാത്തിലും വർക്കൗട്ട് ആണ്. ഇല്ല, എല്ലാത്തിലും ചിലതിലൊന്നും വർക്കൗട്ട് ആവാത്ത വീഡിയോസും ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്ലോപ്പ് ആയി പോയ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് അമ്മേനെ അപ്രത്യക്ഷമാക്കാൻ പോവാ. ഓക്കെ, അമ്മ റെഡിയാണോ? ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് ബാ ഇരിക്കമ്മ. മന്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ഫ്ലോപ്പ് ആക്കല്ലേ. മന്ത്രം തെറ്റിപ്പോവല്ലേ? അതൊക്കെ പോട്ട്, തിരിച്ചു വരാനുള്ള മന്ത്രം പഠിച്ചായിരുന്നു. അതൊക്കെ പഠിച്ച് എല്ലാം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനും കുഴപ്പമില്ല. അപ്രത്യക്ഷമാവും കൂടെ നോക്കാം. അപ്പം മന്ത്രം പറയാ. ക്രീം ഐം ക്രീം അപ്രത്യക്ഷ സ്വാഹ. ഐം ക്രീം അപ്രത്യക്ഷ സ്വാഹ. പറഞ്ഞു നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ക്യാമറ കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഞാൻ നോക്കിടാ. നോക്ക്, നല്ലോണം നോക്ക്. കസാരാത്രണ്ട്. അല്ല നിക്ക്. അപ്പൊ നമുക്ക് തിരിച്ചു വരുത്താൻ, അപ്പൊ അമ്മേനെ അപ്രതീക്ഷ ആക്കിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തിരിച്ചു വരുത്താനുള്ള മന്ത്രം നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അത് പറയൂ. കൈകാലം ഇറങ്ങുന്നുണ്ടേ. ഇവനെ വിറയ്ക്കുന്നില്ല. മന്ത്രം മറന്നുപോയി. പഠിക്കണെന്ന് ഞാനിവിടെ ഉണ്ട്. പറഞ്ഞു നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ക്യാമറ കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഞാൻ നോക്കിടാ. നോക്ക്, നല്ലോണം നോക്ക്. സൗണ്ട് അമ്മ സംസാരിച്ചേ. ഞാൻ ഉണ്ടടി. അമ്മ ക്യാമറ കാണുന്നുണ്ടോ എന്തെങ്കിലും? ഇല്ല, ഞാനിവിടെ ഉണ്ട്. പിള്ളേരെ ഇവിടുന്ന് സൗണ്ട് കേൾക്കാൻ പറ്റുന്ന ചേച്ചി. അമ്മ അതിന്റെ മന്ത്രം എന്ത് വരുന്നുണ്ട് കുഞ്ചു? ചേച്ചിയില്ലേ ചേച്ചി പഠിച്ചേ? എടി ആ ഫോൺ, എടാ നിന്റെ ഫോൺ നിന്റെ ഫോൺ നെറ്റ് ഓൺ ചെയ്യും. എടാ ഫോൺ എടുത്തിട്ട് വേണം നെറ്റ് ഓൺ ചെയ്യും. കുഞ്ചു അമ്മ ഞാൻ അപ്പഴേ പറഞ്ഞത് പഠിച്ചിട്ട് മതി പറഞ്ഞതായിരുന്നു. കുഞ്ഞാണ് വെളിയിൽ പോയി നോക്കി. കുഞ്ചേ റാങ്ക് നശിപ്പിച്ചുണ്ടാകും. വർക്കൗട്ട് ആയിട്ട് വന്ന ഒരു സംഭവം. അതിനടുത്ത് നമ്മുടെ അപ്രതീക്ഷിത പ്രാങ്ക് നമ്മൾ ഫ്ലോപ്പ് ആയിരിക്കാണ് ഗൈസ്. നല്ലോണം പേടിച്ച് അമ്മയുടെ എക്സ്പ്രഷൻ പട പട പടാ പിടിക്കുന്നു. നമ്മുടെ ഫസ്റ്റ്
പ്രാങ്ക് വിജയിച്ചിരിക്കുന്നു ഗായ്സ്. ചെറിയ ഫ്ലോപ്പും അതേ ഇവൻ ഫ്ലോപ്പ് ആക്കി. അതെ ഞാൻ വിചാരിച്ചേ ഞാൻ നിങ്ങളുടെ എല്ലാം പുറകെ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല. സത്യത്തിൽ അമ്മ പേടിച്ച് അമ്മയുടെ സൗണ്ട് കേട്ടപ്പോ നിങ്ങൾ മനസ്സിലായി. അമ്മ പേടിച്ച് നല്ലോണം പേടിച്ച്. കിട്ടിയിട്ടുണ്ടല്ലേ എന്നെ കൊല്ലാൻ. കൂക്കൂനെ പിടിച്ചിട്ട് കൂക്കൂ നിക്കുന്നില്ല, അവനും അങ്ങ് പോവാ. ഓ കളിമണ്ട. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ചെറിയൊരു പ്രാങ്ക് ആയിരുന്നു. അപ്പൊ അത് ചെറിയ ലാസ്റ്റ് ഞങ്ങള് കൊണ്ടെത്തിക്കാതെ അതെന്താ എനിക്ക് കൈ വിറയ്ക്കുന്ന, കാല് വിറയ്ക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ കൈ നോക്കുന്നതുകൊണ്ട് കൈ ഇങ്ങനെ ആട്ടുവാ. എനിക്ക് ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ ഇത് കണ്ടിട്ട് ടെൻഷൻ. എനിക്ക് പേടി മൊത്തം അമ്മയായിരുന്നു. BP എല്ലാം കൂടുമെന്നായിരുന്നു പേടി അമ്മയ്ക്ക്. എന്നാ എല്ലാം പക്ക പ്ലാൻ ചെയ്ത് കൊടുത്ത് ഇവന്റെ അടുത്ത് അമ്മ വന്ന് എന്തെങ്കിലും ചോദിക്കും, ഒന്നും ആൻസർ പറയരുത് എന്ന് പറഞ്ഞത് ഇവന്റെ അടുത്ത്. ഓക്കെ കുഴപ്പമില്ല. എന്നാലും അപ്പൊ നമ്മൾ ഒരു ചെറിയൊരു സക്സസ് നമ്മൾ അത് കണ്ട് അമ്മ എന്നെ പേടിപ്പിച്ച് അത് മതി. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ വി ആർ സൈനിങ് ഓഫ്.